ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും ബെറ്റർ ഓപ്പണിംഗ് ആണ്. അതിനുശേഷം വൊളാട്ടിലിറ്റി ഒക്കെ കണ്ടേക്കാം. ഇന്നലെ എല്ലാ ഗ്ലോബൽ മാർക്കറ്റുകളും, അമേരിക്കയിൽ മാത്രമാണ് മൂന്ന് ഇൻഡെക്സുകളും സ്ലൈറ്റ്ലി വീക്കായിട്ട് ക്ലോസ് ചെയ്തിരുന്നത്. റസൽ 2000 ഇൻഡെക്സ്, സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് മാത്രമാണ് ഇന്നലെ അമേരിക്കയിൽ ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റോക്കുകളും ഒരു മിക്സഡ് ക്ലോസിംഗ് ആയിരുന്നു. പല ഹാർഡ്വെയർ സ്റ്റോക്കുകളും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം മാഗ്നിഫിസന്റ് 7 കമ്പനികളിലെ ടെക്നോളജി സ്റ്റോക്കുകളെ, ടെസ്ല, അതുപോലെ തന്നെ ആപ്പിള്, ഈ സ്റ്റോക്കുകൾ ഒഴികെ മറ്റെല്ലാ സ്റ്റോക്കുകളും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം യൂറോപ്യൻ മാർക്കറ്റുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നലെ ജർമ്മൻ ഇൻഡെക്സ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിരുന്നു. അതേസമയം UK ഇൻഡെക്സ്, ഫ്രാൻസ് ഇൻഡെക്സ് ഒക്കെ ബെറ്റർ ആയിരുന്നു. ഇന്നലെ ഏഷ്യയിലെ എല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിരുന്നു. ഇന്ത്യൻ മാർക്കറ്റും ബെറ്റർ ആയിരുന്നു. കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ $4,306.6 പെർ ഔൺസ് വരെയൊക്കെ താഴെ വന്നിരുന്നു. പക്ഷേ അതിനുശേഷം നല്ല റീബൗണ്ടാണ് ഗോൾഡിന്റെ കാര്യത്തിൽ കണ്ടത്. 4,602 വരെ ഇന്നലെ ഉയർന്നിരുന്നു. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $4,590 പെർ ഔൺസിനാണ്. സിൽവറിന്റെ കാര്യത്തിലും $65.89 പെർ ഔൺസ് വരെയൊക്കെ താഴെ വന്നിരുന്നു. അതിനുശേഷം ഇന്നലെ $74.7 പെർ ഔൺസ് വരെ ഉയർന്നിരുന്നു. ഇന്ന് മോർണിംഗിൽ $73.4 പെർ ഔൺസിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. പ്ലാറ്റിനും അത്തരത്തിലുള്ള വൊളാറ്റിലിറ്റി കാണിക്കുന്നുണ്ട്. അതേസമയം ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ $100 പെർ ബാരലിൽ നിന്ന് ഇന്ന് മോർണിംഗിൽ $94 പെർ ബാരലിലേക്ക് താഴെ വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ് ഗ്ലോബൽ കൺട്രികളെ സംബന്ധിച്ച്. ഇതിന് പ്രധാനപ്പെട്ട കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ പറയുന്നത് അവർ 1 മന്ത് പോസ്റ്റ് അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ 15 പോയിന്റ് പ്ലാൻ ഇറാന് നൽകാൻ പോവുകയാണ്. ഇതിനനുസരിച്ച് ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം ഒത്തുതീരുമെന്നാണ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷമാണ് ബ്രന്റ് ക്രൂഡ് ഓയിലൊക്കെ വലിയ രീതിയിലുള്ള ഫാള് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ CNN റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് JD വാൻസ്, അമേരിക്കൻ വൈസ് പ്രസിഡന്റായിട്ട് ഇറാൻ ഡിസ്കഷന് തയ്യാറാണ് എന്ന തരത്തിലുള്ള ന്യൂസും CNN ഫ്ലാഷ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യം നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കില്ല. കാരണം ഇപ്പോഴും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ആക്രമണം കണ്ടിന്യൂ ചെയ്യുക തന്നെയാണ്. മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ചെറിയ രീതിയിലൊക്കെ അറ്റാക്ക് ഉണ്ട്. അതേസമയം UAE, ഖത്തർ, ഈ രാജ്യങ്ങൾക്ക് നേരെ കാര്യമായിട്ട് രീതിയിലുള്ള ആക്രമണമൊന്നുമില്ല. മറിച്ച് ഇസ്രായേലും ഇറാനും തമ്മിൽ ഇപ്പോഴും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് അടുത്ത ദിവസങ്ങളിൽ നമുക്കറിയാം ഇറാൻ ഇതിന് തയ്യാറാണെന്നുള്ള കാര്യം. അത്തരത്തിലൊരു ഒത്തുതീർപ്പിന് സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹ്യൂമൻ ബീയിങ്സിനെ സംബന്ധിച്ച് നല്ലത് തന്നെയാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെ സംബന്ധിച്ച് നല്ലത് തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഓയിൽ ക്രൈസിസ് എല്ലാ രാജ്യങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. സൗത്ത് കൊറിയ, ഇന്ത്യ, ചൈന, ജപ്പാൻ, ഈവൻ അമേരിക്കനെ പോലും ഓയിൽ പ്രൈസ് ഹൈക്ക് വലിയ രീതിയിൽ ഇമ്പാക്ട് ചെയ്തിരുന്നു. ഒരു പക്ഷേ അത്തരത്തിലുള്ള ഇമ്പാക്റ്റുകൾ തന്നെയായിരിക്കാം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും ഒരു മാറ്റത്തിന് പ്രേരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വാറ് സെറ്റിലാവുന്നത് മനുഷ്യനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആര് തോൽക്കുന്നു അല്ലെങ്കിൽ ആര് ജയിക്കുന്നു എന്നുള്ള കാര്യമല്ല, മറിച്ച് മനുഷ്യനെ കൊന്നൊടുക്കുന്ന, അതുപോലെ തന്നെ രാജ്യങ്ങളെ നശിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള വാറുകൾ ഇനി ഒരു കാലത്തും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതൊക്കെയാണ് ഇന്നത്തെ ന്യൂസ് ഫ്ലോസ്. ഇനി ഗോൾഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ടീത്തർ ഗോൾഡ് ടോക്കൺസ് ഉണ്ട്. അമേരിക്കയിൽ സ്റ്റേബിൾ കോയിൻ, അത് USD ടോക്കൺസ് ആണ്, ഫഞ്ചിബിൾ ടോക്കൺസ് ആണ്. ഇവരവരുടെ ഗോൾഡ് ഹോൾഡിങ്സ് ഡബിൾ ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഗോൾഡ് ഇത്തരത്തിൽ വലിയ രീതിയിൽ താഴെ വന്നിരിക്കുന്ന അവസരത്തിൽ വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഗോൾഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അറൌണ്ട് $5,600 പെർ ഔൺസിൽ നിന്ന് $4,100 പെർ ഔൺസിലേക്കൊക്കെ താഴെ വന്നിരുന്നു. $1,500 താഴെ വന്നിരുന്നു. അതായത് അറൌണ്ട് 27% താഴെ വന്നിരുന്നു. അതിനുശേഷമുള്ള ഒരു റീബൗണ്ടാണ്. നമ്മൾ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഒരു റീബൗണ്ട് എക്സ്പെക്ട് ചെയ്തിരുന്നു. അത്തരത്തിലുള്ള റീബൗണ്ടാണ് ഗോൾഡിൽ കാണുന്നത്. അതേസമയം അമേരിക്കയിലെ ഗോൾഡ് ETF വലിയ രീതിയിലാണ് മാർച്ച് മാസത്തിൽ ഗോൾഡ് ETF സെല് ചെയ്തിരിക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. അറൌണ്ട് 67 ടൺസ് കഴിഞ്ഞ ആഴ്ച വരെ സെല് ചെയ്തെന്നുള്ള റിപ്പോർട്ടുകളാണ്
സാധ്യതകളാണ്. ഇത് സ്ലൈറ്റ് നെഗറ്റീവ് ആണ്. എന്നിരുന്നാലും സെൻട്രൽ ബാങ്കുകളുടെ ബൈങ്ങിന്റെ ഡാറ്റയൊന്നും പുറത്തു വന്നിട്ടില്ല. പൊതുവെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് പോസിറ്റീവ് ആണ്. ഗ്ലോബലി ബ്രന്റ് ക്രൂഡ് ഓയിൽ താഴെ വന്ന് ഒരു പോസിറ്റീവ് സെന്റിമെന്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഗോൾഡിനും പോസിറ്റീവ് തന്നെയായിരിക്കും. സിൽവറിന്റെ കാര്യത്തിലും അത്തരത്തിലുള്ളൊരു മൂവ്മെന്റ് തന്നെയാണ് കാണുന്നത്. ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് സിൽവറിനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു പോസിറ്റീവ് മൊമെന്റം കണ്ടിന്യൂ ചെയ്തേക്കാം. പ്രൊവൈഡഡ് ദാറ്റ് ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം ഒത്തുതീരാനുള്ള സാധ്യതകൾ തെളിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇക്വിറ്റി മാർക്കറ്റിനും അതുപോലെ തന്നെ കമ്മോഡിറ്റി മാർക്കറ്റിനൊക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. SK ഹൈനിക്സ് ഡൈനമിക് റാൻഡം ആക്സസ് മെമ്മറി ഒക്കെ ഉണ്ടാക്കുന്ന ലോകത്തിലെ വലിയ കമ്പനികളിൽ ഒന്നാണ്. അവർ ASML ഹോൾഡിംഗിൽ നിന്ന് വീണ്ടും ഒരു പുതിയ എക്യുപ്മെന്റ് വാങ്ങുകയാണ്. റാം പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ SK ഹൈനിക്സ് അമേരിക്കയിൽ ലിസ്റ്റ് ചെയ്യാൻ പോവാണ്, അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസീറ്റിൽ കൂടെ. അപ്പോൾ സൗത്ത് കൊറിയയിലത്തെ ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് ടാർഗറ്റ് എല്ലാ അനലിസ്റ്റുകളും ഡബിൾ ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വാങ്ങാനുള്ള അവസരം കുറവാണ്. അതോടൊപ്പം ജപ്പാനിലത്തെ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ഇന്നലെയും ഇന്നൊക്കെ കാണുന്നത്. ജപ്പാനിൽ ഇപ്പോൾ സ്റ്റോക്ക് വാങ്ങണമെങ്കിൽ മിനിമം 100 ക്വാണ്ടിറ്റി വാങ്ങണം. ആ 100 ക്വാണ്ടിറ്റി വാങ്ങണം എന്നുള്ള കാര്യം അവർ കുറയ്ക്കാൻ പോവുകയാണ്. അതായത് കമ്പനികളെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് മിനിമം ക്വാണ്ടിറ്റി വാങ്ങുന്നത് കുറയ്ക്കും. തീർച്ചയായിട്ടും മറ്റ് രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും ഒരു ഷെയർ മുതൽ വാങ്ങാം. അമേരിക്കയിൽ പല സ്റ്റോക്കുകളും നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് വാങ്ങാം. ഇന്ത്യയിൽ ഒരു ഷെയർ ആയിട്ട് വാങ്ങാം. അതേസമയം സിംഗപ്പൂര്, ഷാങ്ഹായ് എക്സ്ചേഞ്ചിലൊക്കെ ഇപ്പോഴും 100 ഷെയറാണ് മിനിമം വാങ്ങേണ്ടത്. ജപ്പാനിൽ അത്തരത്തിലുള്ള നിയമമാണ്. ആ നിയമം മാറ്റാൻ പോവുകയാണ്. അതിനനുസരിച്ച് സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കമ്പനികളെ. സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്തിട്ടുള്ള കമ്പനികളുടെയൊക്കെ സ്റ്റോക്ക് പ്രൈസ് 50% ഉയർന്നിട്ടുണ്ട് സ്റ്റോക്ക് സ്പ്ലിറ്റിന് ശേഷം എന്നുള്ള റിപ്പോർട്ടുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജപ്പാനിലത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ ഡിസിഷൻ ജപ്പനീസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകുന്നത്. ജാപ്പനീസ് സ്റ്റോക്ക് ഇൻഡെക്സുകൾ വീണ്ടും നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. ഫണ്ടമെന്റൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് സ്റ്റോക്കുകളൊക്കെ ട്രേഡ് ചെയ്യുന്നത് ഗ്ലോബൽ സ്റ്റോക്കുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ താഴെയാണ്. അതുകൊണ്ട് തന്നെ ജാപ്പനീസ് സ്റ്റോക്കുകൾ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. അതേസമയം ഗോൾഡ്മാൻ സാക്സ് 2026 GDP പ്രൊജക്ഷൻ താത്തിയിരിക്കുകയാണ്. 7% നിന്ന് 5.9% താത്തിരിക്കുകയാണ്. റുപ്പി ഡിപ്രീസിയേഷനും അതുപോലെ തന്നെ ഓയിൽ പ്രൈസ് റൈസും ആണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് അവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ജിൻഡാൽ സ്റ്റെയിൻലെസ് ഇന്തോനേഷ്യയിലത്തെ ഒരു പ്ലാന്റ് കമ്മീഷൻ ചെയ്തിരിക്കുകയാണ്. ജിൻഡാൽ സ്റ്റെയിൻലെസ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. എക്സ്പാൻഷൻ കഴിയുമ്പോൾ ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയായിട്ട് മാറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ജിൻഡാൽ സ്റ്റെയിൻലെസ്സിന്റെ പ്രൊമോട്ടേഴ്സ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ടാണ് സ്റ്റോക്കുകൾ അവരുടെ സ്വന്തം സ്റ്റോക്ക് ഇന്ത്യൻ മാർക്കറ്റിലും വാങ്ങിക്കൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും പുതിയ പ്ലാന്റ് കമ്മീഷനിങ് ജിൻഡാൽ സ്റ്റെയിൻലെസ്സിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. ഇനി ബാങ്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ IDFC ഫസ്റ്റ് ബാങ്ക്, അതുപോലെ തന്നെ HDFC ബാങ്കിലത്തെ ക്രെഡിറ്റ് സ്വിസിന്റെ ഇഷ്യൂ, അതിനുശേഷം കോട്ടക് മഹീന്ദ്ര ബാങ്കിൽ ഒരു ബ്രാഞ്ചിൽ ഇപ്പോൾ 150 കോടി രൂപ വരെ ഫ്രോഡ് നടന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ പ്രധാനമായും പ്രൈവറ്റ് ബാങ്കുകളിലാണ് ഇത്തരത്തിലുള്ള ഫ്രോഡുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു കോസ് ഫോർ കൺസേൺ തന്നെയാണ്. എന്നിരുന്നാലും ഫണ്ടമെന്റലി ഈ ബാങ്കുകളൊക്കെ വെൽ ക്യാപിറ്റലൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടാവും എന്നുള്ള റിപ്പോർട്ടുകളൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിൽ ന്യൂസുകളൊക്കെ ഒന്ന് മാർക്കറ്റിൽ ക്ലോസ്ലി വാച്ച് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള കമ്പനികൾ വാരി എനർജീസ് 3900 കോടി രൂപ ഗ്ലാസ് മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. കാരണം ഫോട്ടോ വോൾട്ടൈക് സെല്ലിലൊക്കെ ധാരാളം ഗ്ലാസ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ന്യൂസ് വളരെ പോസിറ്റീവ് ആണ്. L&Tനെ സംബന്ധിച്ചും പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. സെമി കണ്ടക്ടർ റിലേറ്റഡ് സബ്സിഡിയറികൾ അവർ മെർജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ BPCLന്റെ JV പോസിറ്റീവ് റിപ്പോർട്ടാണ് നൽകുന്നത്. സേഗാൾ ഇൻഡസ്ട്രീസ് 297 കോടി രൂപ 2 പ്രൊജക്റ്റുകൾ ക്യാൻസലേഷൻ വന്നിട്ടുണ്ട്. അതേസമയം 397 കോടി രൂപ ഒരു പ്രൊജക്റ്റ് ബാഗ് ചെയ്തിട്ടുണ്ട്. ആക്മെ സോളാർ 35.71 മെഗാവാട്ട് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിന്റെ സെക്കൻഡ് ഫേസ് കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. ധാരാളം പോസിറ്റീവ് ന്യൂസ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള ഒരു കമ്പനിയാണ് ആക്മെ സോളാർ. പോസിറ്റീവ് ന്യൂസാണ്. ലോങ് റണ്ണിൽ നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. പ്രൊമോട്ടേഴ്സ് ഇന്നലെ ബൈ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ APJ സുരേന്ദ്ര ഹോട്ടൽസ്, അതുപോലെ തന്നെ സൂര്യ റോഷ്നി, ഇതൊക്കെയാണ് പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ.
IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ കോൾ ഇന്ത്യയുടെ സബ്സിഡിയറി നമ്മൾ ഇന്നലെ സൂചിപ്പിച്ച പോലെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിഡേഴ്സ് ബെയിൽ ഔട്ട് ചെയ്തിട്ടുണ്ട്. 1.05 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുള്ളത്. ജസ്റ്റ് സബ്സ്ക്രൈബ്ഡ് ആണ് കോൾ ഇന്ത്യയുടെ സബ്സിഡിയറി. റീറ്റെയിലേഴ്സ് 0.35 ടൈംസ് മാത്രമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ലിസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഡിസ്കൗണ്ടോടുകൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇന്നലെ ആരംഭിച്ചിട്ടുള്ള മറ്റ് 3 IPOസിനും വളരെ മ്യൂട്ടഡ് റെസ്പോൺസ് ആണ്. അതേസമയം ഇന്നും നാളേക്കായിട്ട് ഈ IPOസിലും സബ്സ്ക്രിപ്ഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ആണ്. അതേസമയം എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് തന്നെയാണ്. പ്രസിഡന്റ് ട്രംപ് പലതും പറയുന്നുണ്ട്. പക്ഷേ ഇറാൻ ഇതുവരെ എല്ലാം ഒഫീഷ്യലി ഡിനൈ ചെയ്തിരിക്കുകയാണ്. അതേസമയം അൺഒഫീഷ്യലായിട്ട് പല ഡിസ്കഷൻസും നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പം ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ക്ലോസ്ലി വാച്ച് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ, ഇപ്പോൾ മാറുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ലഭിക്കാൻ പോകുന്ന സ്റ്റോക്കുകൾ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളായിരിക്കും. പ്രത്യേകിച്ച് LNT പോലുള്ള സ്റ്റോക്കുകൾ, അതോടൊപ്പം തന്നെ നല്ല ബീറ്റൻ ഡൗൺ ആയിട്ടുള്ള HDFC ബാങ്കുള്ള പോലുള്ള സ്റ്റോക്കുകളൊക്കെ ഒരു അവസരമാണ് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാനായിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാനൊരു ഡിസിഷനായിട്ട് മുന്നോട്ട് പോകുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററി അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.